കാരണം ഇപ്പോൾ ഈ ഗ്യാസിൻ്റെ ഒക്കെ വില കൂടിയപ്പോൾ ആളുകളൊക്കെ സോളാറിലേക്ക് വരുന്നത്. ശരിക്കും അതിൻ്റെയൊക്കെ ഒരു ആവശ്യമുണ്ട് സർ. ആക്ച്വലി എല്ലാവർക്കും ചെയ്യണമെന്ന് ആവശ്യം വരുന്നില്ല. നിലവിൽ പല സോളാറിൻ്റെ ഏജൻസീസും ഫേക്കായ പല ന്യൂസും ഇറക്കുന്നുണ്ട്. അപ്പോൾ നിലവിൽ 4 കാറ്റഗറീസിൽ പെടുന്ന ആൾക്കാർക്ക് മാത്രമേ സോളാറിൻ്റെ സാധ്യതകൾ ആവശ്യമുള്ളൂ. ഒന്നാമത്തത് 1000-1500 ബില്ല് വരുന്ന ഒരു എ സിയിലുള്ള ആൾക്കാർക്ക്, രണ്ടാമത് ഇലക്ട്രിക് വണ്ടി ഉള്ളവർക്ക്, മൂന്നാമത് ഇൻഡക്ഷൻ ഉപയോഗിക്കുന്നവർക്ക്, നാലാമത് ചെറുകിട വ്യവസായങ്ങൾ ഉള്ളവർ. നിലവിലിപ്പോൾ ഒരു എ സി ഉള്ളവർക്കൊക്കെ നോർമലി അധികം വീട്ടിലും എ സി ഒക്കെ ഉപയോഗിക്കാൻ വളരെയധികം പേടിയായിരിക്കും. കറണ്ട് ബില്ല് എന്തായാലും വർദ്ധിക്കും. അപ്പോൾ ഒരു എ സി ഉള്ളവർക്ക് രാവും പകലും കണ്ടിന്യൂ ആയിട്ട് ഉപയോഗിക്കാം ഒരു സോളാർ വെച്ച് കഴിഞ്ഞാൽ. പിന്നെ മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഇലക്ട്രിക് വണ്ടികളാണല്ലോ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സാധാരണക്കാർ അതിലേക്ക് നീങ്ങുന്ന സമയത്ത് എന്തായാലും കറണ്ട് ബില്ല് വർദ്ധിക്കും. അപ്പോൾ ഇലക്ട്രിക് വണ്ടി ഉള്ളവർക്ക് നിർബന്ധമായി ഒരു സോളാർ വെക്കുകയാണെങ്കിൽ അവർക്ക് കറണ്ട് ബില്ലെന്നൊരു ആശങ്ക വരുന്നില്ല. മൂന്നാമത്തെ കാര്യം നമുക്കറിയാം, ഇപ്പോൾ നിലവിലെ ഒരു സാഹചര്യ അടിസ്ഥാനത്തിൽ ഗ്യാസിനൊക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരു സമയമാണ്. അപ്പം നോർമൽ അധികം വീട്ടിൽ ഇൻഡക്ഷൻ ഉപയോഗിക്കാൻ പേടിയാണ്. പക്ഷേ സോളാർ വെച്ചിട്ട് നമ്മളൊരു ഇൻഡക്ഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ കറണ്ട് ബില്ലെന്നൊരു ആശങ്ക വരുന്നില്ല. അവിടെ നമുക്ക് ഒരു സിലിണ്ടർ നമുക്ക് ഒരു 6 മാസം വരെ എത്തിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ ഇവർ പറഞ്ഞത് കേട്ടല്ലോ, സാധാരണഗതിയിൽ നമ്മളൊക്കെ പേടിച്ചിട്ടാണ് ഇൻഡക്ഷൻ കുക്കർ ആയാലും എ സി ഒക്കെ ഓൺ ചെയ്യുക. എ സി ഒക്കെ മേടിച്ച് വെക്കും, വലിയ പൈസ കൊടുത്തിട്ട് എ സി മേടിക്കും, ബെഡ്റൂമിൽ സ്റ്റോയ്ക്ക് വെക്കും. വെച്ച് കഴിഞ്ഞാൽ രാത്രിയിൽ 1 മണിക്കൂർ 1.5 മണിക്കൂർ കഴിയുമ്പോൾ അത് ഓഫാക്കി എന്ന് പറയില്ലേ, പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ പറയുന്നതിന് പകരം ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് എ സി ഓൺ ചെയ്ത് വയ്ക്കാം, ഇങ്ങോട്ടും പൈസ കിട്ടും.